വർക്കേഴ്സ്, അപ്പോൾ നാളെ നമ്മൾ സോഷ്യൽ എക്സാം എഴുതാൻ പോവാണല്ലേ. അപ്പോൾ ഈ ഒരു ടൈമിൽ മിസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കുറച്ച് ടോപ്പിക്സ് ഫ്രം ഓരോ ചാപ്റ്ററും പറഞ്ഞു തന്നാലോ? എങ്ങനെയായിരിക്കും? അടിപൊളിയായിരിക്കില്ലേ? യെസ്. അപ്പോൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് അല്ലെങ്കിൽ ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മൊത്തം നമുക്ക് എത്ര ചാപ്റ്റർ ആണുള്ളത്? 12 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു 12 ചാപ്റ്റേഴ്സ് നിങ്ങൾ കവർ ചെയ്തിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. കാരണം നമുക്ക് ഫസ്റ്റ് ടേമിൽ നിന്നും സെക്കൻഡ് ടേമിൽ നിന്നും ഒക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ കുറച്ചുകൂടെ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ലാസ്റ്റ് ടേമിൽ ഒരു 4-5 ചാപ്റ്റർ നല്ല രീതിയിൽ പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഫസ്റ്റ് ടേമിൽ നിന്ന് ചോദിക്കില്ല എന്നല്ല, എന്തായാലും 1, 2, 3, 4 ചാപ്റ്റേഴ്സിൽ നിന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ചോദിക്കാൻ നമുക്ക് ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കറിയാലോ നമ്മുടെ ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരിക്കും? ആക്ടിവിറ്റി ബേസ്ഡ് ആണ് ഉണ്ടാവുക. ഓക്കെ, അപ്പം ആക്ടിവിറ്റി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് അറിയാത്ത ആക്ടിവിറ്റി നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്തിട്ട് നല്ലോണം ഉറപ്പുള്ള ആക്ടിവിറ്റീസ് മാത്രം മക്കൾ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതേപോലെ തന്നെ എല്ലാ ആക്ടിവിറ്റീസും നിങ്ങൾ എഴുതണം എന്നില്ല. 8 ആക്ടിവിറ്റീസിൽ നിന്ന് 6 ആക്ടിവിറ്റീസ് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് നമുക്ക് ഓരോ ചാപ്റ്ററിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ടോപ്പിക്സ് എന്ന്. ഓക്കെ, അപ്പോൾ ഇറ്റ് ഡസൻറ്റ് മീൻ ഇത് മാത്രം പഠിച്ചു പോയാൽ മതി. പക്ഷെ നിങ്ങൾ ഇത് പഠിച്ചെന്ന് ഉറപ്പ് വരുത്തിയിട്ട് എന്ത് ചെയ്യുക, ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ അവിടെ ഫസ്റ്റ് ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ മിഡീവൽ ഇന്ത്യ ദ സെന്റേഴ്സ് ഓഫ് പവർ ആണല്ലേ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങളിതാ ഈ പോർഷൻ പഠിച്ചു എന്ന് എന്തായാലും ഉറപ്പ് വരുത്തണം. ദാറ്റ് ഇസ് വിച്ച് ഏരിയാസ് വേ അണ്ടർ അക്ബേഴ്സ് കൺട്രോൾ, അക്ബറുടെ അധീനതയിൽ ഉൾപ്പെട്ട പ്രദേശങ്ങൾ ഏതൊക്കെയെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഉറപ്പായിട്ടും പഠിച്ചിരിക്കുക. ഇനി അടുത്ത ചാപ്റ്ററിലേക്ക് നോക്കുകയാണെങ്കിൽ മിഡീവൽ ഇന്ത്യ സൊസൈറ്റി റിസോഴ്സസ് ആൻഡ് ട്രേഡ് എന്ന ചാപ്റ്ററാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ഹൂ വാസ് ദ ഫ്രഞ്ച് ട്രാവലർ ഹൂ വിസിറ്റഡ് ഇന്ത്യ ഡ്യൂറിംഗ് ദ മിഡിൽ ഏജസ്, മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഫ്രഞ്ച് സഞ്ചാരി ആരായിരുന്നു എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും നിങ്ങൾ നോക്കിയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഇനി അടുത്ത ചാപ്റ്റർ ഏതാ വരുന്നത്? കേരള ദ ലാൻഡ് ദ റെയിൻ ആൻഡ് ദ പീപ്പിൾ അല്ലേ. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നിന്നതാ നമ്മളെ പാഡി പ്രൊഡക്ഷനിലെ സ്റ്റേജസ് ഏതാണെന്ന്, അതായത് നെല്ലുൽപാദനത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഘട്ടങ്ങൾ എഴുതുക. ലൈഫ് സ്റ്റൈൽ ഓഫ് ദി ന്യൂ ജനറേഷൻ ആൻഡ് ഓൾഡർ ജനറേഷൻ, പുതിയ തലമുറയുടെയും പഴയ തലമുറയുടെയും ജീവിതശൈലി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമ്പയർ ചെയ്തിട്ട് ഒരു ടേബിൾ എന്ന രീതിയിൽ നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ കുറേ മാറ്റങ്ങൾ ഉണ്ടല്ലോ പഴയ തലമുറയും പുതിയ തലമുറയായിട്ട്. അപ്പോൾ ഈ ഒരു ചേഞ്ചസ് നിങ്ങൾ എന്ത് ചെയ്യുക, വൃത്തിയായിട്ട് ഒന്ന് മനസ്സിലാക്കിയിട്ട് പഠിക്കാൻ നോക്കുക. ഇനി അടുത്ത ചാപ്റ്റർ വരുന്നത് 4ാമത്തെ ചാപ്റ്റർ ആണ് പ്രൊഡക്ഷൻ പ്രോസസ്. ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സർക്കുലർ ഫ്ലോ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ്. ഒരു വട്ടം വരച്ചിട്ട് നമ്മൾ ഗുഡ്സും മണിയും അതിൻ്റെ ഒരു സർക്കിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ മിസ് ഔട്ട് ചെയ്യരുത്. ഇനി അടുത്തൊരു ടോപ്പിക് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്നത് ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ്പ് ഇൻ ദ പ്രൊഡക്ഷൻ ആൻഡ് ദെയർ റിവാർഡ്സ് അല്ലെ. ഉൽപാദനത്തെ സഹായിക്കുന്ന ഘടകങ്ങളും അവയുടെ പ്രതിഫലവും. ഓക്കെ, ഫാക്ടർ ഓഫ് പ്രൊഡക്ഷനും അതിന്റെ റിവാർഡ്സും നമ്മുടെ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ എന്നുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ഇവിടെ പഠിക്കേണ്ടത്. ഇനി അടുത്ത് ദ എർത്ത് മിത്ത് ആൻഡ് റിയാലിറ്റി, ഭൂമി കഥയും കാര്യവും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ ഇവിടെ എർത്തിന്റെ ഷേപ്പ് ഏതാണെന്നുള്ള കാര്യം, ജിയാഡ് ഷേപ്പ്, അത് നിങ്ങൾ പഠിച്ചിരിക്കണം. അതേപോലെ തന്നെ ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനെ കുറിച്ച് എന്ത് ചെയ്യുക, അത് വരച്ച് ഡയഗ്രാം വരച്ചിട്ട് ഓരോ ഡിഗ്രീസും ഏതാണെന്ന് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഇനി അടുത്ത ചാപ്റ്റർ നമുക്ക് ഏതാണ് വരുന്നത്? വേൾഡ് ഓഫ് ഡൈവേഴ്സിറ്റീസ് ആണ് അല്ലെ. യെസ്, നമ്മുടെ വൈവിധ്യങ്ങളുടെ ലോകമാണ്. അപ്പൊ ഇതിൽ നിന്നും ഒരിക്കലും നിങ്ങൾ പഠിക്കാതെ പോവാത്ത ഒരു കാര്യം എന്തായിരിക്കണം? ഒയാസിസിനെ കുറിച്ചാണ് അല്ലെ. മരുപ്പച്ചകളെ കുറിച്ച് നിങ്ങൾ തീർച്ചയായിട്ടും പഠിക്കണം. അതേപോലെ നമ്മുടെ പിഗ്മീസിനെ കുറിച്ചും നിങ്ങൾ പഠിക്കണം. ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും നമ്മൾ 3 മേഖലയെ കുറിച്ചാണ് പഠിക്കുന്നത്: തുന്ദ്ര, ഹോട്ട് ഡെസേർട്ട്, ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ. അപ്പൊ ഈ ഒരു പോർഷനും മക്കൾ പഠിച്ചെന്ന് ഉറപ്പ് വരുത്തുക. ഇനി അടുത്തത് മിഡീവൽ ഇന്ത്യ ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ, നമ്മുടെ മധ്യകാല ഇന്ത്യ കലയും സാഹിത്യവും എന്ന ചാപ്റ്ററിലേക്ക് നോക്കുകയാണെങ്കിൽ പഞ്ചരദാസിനെ കുറിച്ചും അതേപോലെ ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറിനെ കുറിച്ചും കുറെ ടെമ്പിൾസ് ബിൽഡ് ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. അപ്പൊ ഈ ടോപ്പിക്സ് നിങ്ങൾ ഒരിക്കലും മിസ് ഔട്ട് ആവരുത്. ഇനി അടുത്തത് മിഡീവൽ വേൾഡ്, മധ്യകാല ലോകത്തെ കുറിച്ച് പറയുന്ന ചാപ്റ്റർ ആണ്. അപ്പൊ ഇവിടെ ചൈനീസിന്റെയും അറബിന്റെയും കോൺട്രിബ്യൂഷൻസ് പറയുന്നുണ്ട് അല്ലെ ഇൻ ദ മിഡീവൽ വേൾഡിലേക്ക്. അപ്പൊ ഇതൊക്കെ എന്തൊക്കെ കോൺട്രിബ്യൂഷൻ, എന്തൊക്കെ സംഭാവനകളാണ് ചെയ്തതെന്നുള്ള കാര്യം കൃത്യമായിട്ട് പഠിക്കുക. അതേപോലെ തന്നെ സിറ്റീസ്, ട്രേഡ് ആൻഡ് ട്രേഡ് ഗിൽഡ്സ്, നഗരങ്ങൾ, കച്ചവട കൂട്ടായ്മകൾ എന്ന് പറഞ്ഞൊരു ടോപ്പിക് കൂടെ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അതും മിസ് ഔട്ട് ആവാതെ പഠിക്കാം കേട്ടോ. ഓക്കെ, ഇനിതാ പ്രഗത്ഭമായിട്ടുള്ള കുറച്ച് യൂണിവേഴ്സിറ്റീസിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ യൂണിവേഴ്സിറ്റീസ് ഏതാണെന്നും അതെവിടെയാണ് വരുന്നതെന്നും നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. ഓക്കെ, ഇനി അടുത്തത് മിഡീവൽ കേരളം, മധ്യകാല കേരളം എന്ന ചാപ്റ്ററിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ അവിടെ നോക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സോഷ്യൽ എക്കണോമിക് ഫീച്ചേഴ്സ് ഓഫ് ദ റീജിയൻസ് ഡ്യൂറിങ് റീൻ ഓഫ് പെരുമാൾ. പെരുമാൾ കാലഘട്ടത്ത് അവിടെ ഉണ്ടായിരുന്ന റീജിയൻസിന്റെ സോഷ്യോ എക്കണോമിക് ഫീച്ചേഴ്സ് എന്താണെന്ന്, അതേപോലെ തന്നെ ടെമ്പിൾ ആർട്സും റിച്വൽ ആർട്സും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നും, പിന്നെ നാടുവാഴി
ശുദ്ധമായ സ്വരൂപത്തെക്കുറിച്ച് നിങ്ങൾ എന്താണ് പഠിക്കുന്നതിനുള്ള കാര്യം എന്ത് ചെയ്യുക, ഒന്ന് ഉറപ്പ് വരുത്തുക. നെക്സ്റ്റ് ടോപ്പിക് ഏതാണ്? ഡെമോക്രസി ആൻഡ് റൈറ്റ്സ് എന്ന ചാപ്റ്റർ ആണ്. ജനാധിപത്യവും അവകാശങ്ങളും. അവിടെ എല്ലാ പ്രാവശ്യവും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് എന്ത്, ഡെമോക്രാറ്റിക് ഗവൺമെന്റും നോൺ ഡെമോക്രാറ്റിക് ഗവൺമെന്റും തമ്മിലുള്ള വ്യത്യാസം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, അതും ഒരു ടേബിൾ ആയിട്ടുള്ള രീതിയിൽ കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. ഇനിയില്ല 11ാമത്തെ ചാപ്റ്റർ ഏതാണ്? ഡൈവേഴ്സിറ്റി ഇൻ സോഷ്യൽ ലൈഫ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്, സമൂഹ ജീവിതത്തിലെ വൈവിധ്യം എന്ന് പറയുന്ന ചാപ്റ്റർ. ഇവിടെ നമുക്ക് മെയിൻ ആയിട്ടും പഠിക്കാനുള്ളത് ട്രൈബൽ കമ്മ്യൂണിറ്റിയെ കുറിച്ചും നഗര സമൂഹത്തെക്കുറിച്ചും ഗ്രാമസമൂഹത്തെക്കുറിച്ചുമാണ്. അപ്പോൾ ഇവരെ 3 പേരെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 3 ടേബിൾ വരച്ചിട്ട് ഡിഫറൻസ് നോക്കിയിട്ട് ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. ഇനി ലാസ്റ്റ് അവസാനത്തെ പാഠമാണ്, നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ കൂടിയാണിത്. ഗിഫ്റ്റ് ഓഫ് നാച്ചർ, പ്രകൃതിയുടെ വരദാനം എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ ഇവിടെ റിന്യൂവബിൾ നോൺ റിന്യൂവബിൾ റിസോഴ്സസിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പോർഷന് നിങ്ങൾ എന്ത് ചെയ്യരുത്, മിസ് ഔട്ട് ആവരുത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തന്നെ മക്കൾ പഠിച്ചു എന്ന് ഉറപ്പ് വരുത്തുകയാണെങ്കിൽ നമുക്ക് അടിപൊളി മാർക്ക് തന്നെ നാളത്തെ സോഷ്യൽ എക്സാമിന് വാങ്ങാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഇന്നത്തെ ലൈവ് കൃത്യം 7 മണിക്കായിരിക്കും ഉണ്ടാവുക. ആ ലൈവിൽ ജോയിൻ ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.